ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വഴിയോര കച്ചവടം ഒഴിവാക്കുമെന്നല്ല, അപകടം ഒഴിവാക്കുന്നതിനായി ടൗണിൽ നിന്നും മാറി കച്ചവടം നടത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്. വഴിയോര കച്ചവടം ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ടൗണിൽ നിന്നും മാറി കച്ചവടം നടത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നും കൃഷ്ണപ്രസാദ് വ്യക്തമാക്കി. ആ വണ്ടി ആംബുലൻസിന് കടന്നു പോകുമ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് വഴിയോര കച്ചവടക്കാർക്ക് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ടൗണ് കേന്ദ്രീകരിച്ചെന്ന് കുറച്ച് മാറി കച്ചവടം ചെയ്യുക എന്ന് മാത്രമേ വേണ്ടുള്ളൂ. അതുമാതിരി ഏറ്റവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വൈകുന്നേരങ്ങളിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തി കച്ചവടം ചെയ്യുന്നത്, അല്ലാതെ നമ്മളിപ്പോൾ സ്ഥിരമായി രാവിലെ മുതൽ അവിടെ കച്ചവടം ചെയ്യുന്ന ഒരാളോട് നമ്മൾ പോയി പറഞ്ഞിട്ടില്ല നിങ്ങൾ മാറണമെന്ന് അവർ മാറ്റാൻ നമ്മൾ അനുഭവിച്ചിട്ടുമില്ല. പക്ഷേ ഈ വൈകുന്നേരങ്ങൾ 5-6 മണിക്ക് ട്രാഫിക് സമയത്ത് ഈ വണ്ടികൾ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ വണ്ടി ഒന്ന് SM-ൻ്റെ ആ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഓക്ടഡി ഭാഗത്തേക്കോ മാറ്റിയതിൽ ആ ജനങ്ങൾക്ക് ഒരു ഇതുപോലെ ആംബുലൻസ് വരുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവാതെ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് വണ്ടി കൊണ്ടുപോകാൻ കഴിയും. കാരണം ഇത് നമ്മളിപ്പോൾ ഒരു വണ്ടി ഒരു വഴിയോര കച്ചവടത്തിൽ ഒരു പെട്ടിയോട്ടോ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നു, അത് വാങ്ങിക്കാനായി 4 പേര് കൂട്ടം കൂടി നിൽക്കുന്നു. വൈകുന്നേരങ്ങളിൽ റഷുള്ള റോഡാണ്, എന്തെങ്കിലും ജനങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഭാഗമായി മാത്രമാണ് നമ്മളിങ്ങനൊരു പറഞ്ഞത്. വഴിയോര കച്ചവടക്കാർ 2 സൈഡിലേക്ക് മാറി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വഴിയോര കച്ചവടക്കാരെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പിന്തുണ കൊടുക്കാതെയൊന്നുമല്ല. വൈകുന്നേരങ്ങളിൽ വാഹനങ്ങൾ ടൗണിൽ റോഡരികിൽ നിർത്തി കച്ചവടം ചെയ്യാതെ ടൗണിൽ നിന്നും മാറി കച്ചവടം നടത്തിയാൽ ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനും വഴിയോര കച്ചവടക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥലം കണ്ടെത്താനുള്ള തീരുമാനവും ഉണ്ടെന്ന് കൃഷ്ണപ്രസാദ് പറഞ്ഞു. വഴിയോര കച്ചവടക്കാരെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പിന്തുണ കൊടുക്കാതെയൊന്നുമല്ല. മാത്രവുമല്ല, പഞ്ചായത്ത് ഇപ്പോൾ വഴിയോര കച്ചവടക്കാരെ ഏകീകരിച്ചുകൊണ്ട് ഒരു കോമൺ ഒരു പ്ലേസ് കണ്ടെത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇവരെ ഒരു കോമൺ ആയിട്ടൊരു പ്ലേസിൽ എല്ലാവരും കൂടെ നിന്ന് നമുക്ക് ജനങ്ങൾക്കും എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടും. മാത്രമല്ല, ടൗണിലെ ട്രാഫിക് ഗതാഗത നിയന്ത്രണം നമുക്കൊരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയും.